ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എക്കണോമിക്സ് ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ടോപ്പിക്കാണ് ചേഞ്ചസ് ഇൻ പ്രൈസ് ഓഫ് ഗുഡ് ടു, അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത് ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ് ടു, അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിച്ചാൽ, ബജറ്റ് രേഖയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇഫ് ദി പ്രൈസ് ഓഫ് ഗുഡ് ടു ഇൻക്രീസസ് ഫ്രം P2 to P2 dash, if the price of good to increases from P2 to P2 dash with no change in price of good one and consumers income, the vertical intercept of the budget line decreases and slope decreases. അതായത് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിച്ച, രണ്ടാമത്തെ സാധനത്തിന്റെ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിലെ ആദ്യത്തേത് രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിച്ച, ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ഓഫ് ഗുഡ് ടു, അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിക്കുകയും P2-വിൽ നിന്ന് P2 ഡാഷ് ആയി വർദ്ധിക്കുകയും ഉപഭോക്താവിന്റെ വരുമാനത്തിലും ഒന്നാമത്തെ സാധനത്തിന്റെ വിലയിലും മാറ്റമില്ലാതിരിക്കുകയും ചെയ്താൽ ബജറ്റ് ലൈനിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കുറയുകയും സ്ലോപ്പ് കുറയുകയും ചെയ്യുന്നു, അതായത് ചെരിവ് കുറയുകയും ചെയ്യുന്നു. ഒന്നുകൂടി പറയാം, അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില P2-വിൽ നിന്നും P2 ഡാഷ് ആയി വർദ്ധിക്കുകയും ഉപഭോക്താവിന്റെ വരുമാനത്തിലും ഒന്നാമത്തെ സാധനത്തിന്റെ വിലയിലും മാറ്റമില്ലാതായാൽ ബജറ്റ് ലൈനിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കുറയുകയും ബജറ്റ് ലൈനിന്റെ ചെരിവ് കുറയുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിച്ചാൽ കൺസ്യൂമർ എന്ത് ചെയ്യും? രണ്ടാമത്തെ സാധനം വാങ്ങുന്ന അളവ് കുറയ്ക്കും. അതായത് ഇവിടെ രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ എന്താണ്? M/P2 ആണ്. അതായത് X2 or M/P2, രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ M/P2 ആണ്. ആ M/P2 എന്താ ചെയ്യുക? കുറയും എന്നാ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന ചെരിവ് എന്താ ചെയ്യുന്നത്? കുറയും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത് ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ നമ്മൾ വിശദമാക്കാൻ പോവുകയാണ്. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ ഗുഡ് ടൂവിന്റെ വില വർദ്ധിച്ചാൽ ബജറ്റ് രേഖയിൽ എന്തൊക്കെ മാറ്റം വരും എന്നുള്ളത് നമുക്ക് ഡയഗ്രം സഹിതം വിശദമാക്കാം. നമ്മളിവിടെ ഡയഗ്രം വരച്ചിട്ടുണ്ട്. ഗുഡ് 1 X ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഗുഡ് 2 Y ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ബജറ്റ് ലൈൻ ഇക്വേഷനാണ്, ആദ്യത്തെ ബജറ്റ് ലൈനാണ് P1x1 + P2 = M. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിക്കുന്നതിന് മുമ്പുള്ള ബജറ്റ് ലൈൻ ഇക്വേഷനാണ് P1x1 + P2 = M. ഇതാണ് നമ്മുടെ ആദ്യത്തെ ബജറ്റ് ലൈൻ. അപ്പോൾ വില വർദ്ധിക്കുന്നതിന് മുമ്പ് കൺസ്യൂമർ M/P1 അളവ് ഒന്നാമത്തെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ സാധനം M/P2 അളവിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ സാധനത്തിന്റെ വില P2-വിൽ നിന്ന് P2 ഡാഷ് ആയിട്ട് വർദ്ധിച്ചതിന്റെ ഫലമായിട്ട് ഉപഭോക്താവിന്റെ രണ്ടാമത്തെ സാധനത്തിന്റെ വില P2-വിൽ നിന്ന് P2 ഡാഷ് ആയി വർദ്ധിച്ചതിന്റെ ഫലമായി രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് M/P2-വിൽ നിന്ന് M/P2 ഡാഷ് ആയി കുറഞ്ഞിരിക്കുന്നു. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില P2-വിൽ നിന്ന് P2 ഡാഷ് ആയി വർദ്ധിച്ചപ്പോൾ രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് M/P2-വിൽ നിന്നും M/P2 ഡാഷ് ആയി കുറഞ്ഞിരിക്കുന്നു. പുതിയ ബജറ്റ് ലൈനാണ്
P1S1 plus P2-S2 is equal to M. അവിടെ പുതിയ ബജറ്റ് ലൈൻ ആണ്. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിച്ചതിന്റെ ഫലമായുള്ള പുതിയ ബജറ്റ് ലൈൻ ആണ് P1S1 plus P2-S2 is equal to M. ഒന്നാമത്തെ സാധനത്തിന്റെ വിലയിലോ അതുപോലെ തന്നെ ഉപഭോക്താവിന്റെ വരുമാനത്തിനോ മാറ്റമില്ല. ഉപഭോക്താവിന്റെ വരുമാനം എത്രയാണ്? കൺസ്യൂമറുടെ വരുമാനം M തന്നെയാണ്. ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് M/P1 തന്നെയാണ്. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെ വില P1 തന്നെയാണ്. അതുകൊണ്ട് M/P1 തന്നെ അളവിൽ ഉപഭോക്താവ് സാധനം വാങ്ങുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില കൂടിയാൽ, രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിച്ചാൽ അല്ലെങ്കിൽ വില കൂടിയാൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്, ബജറ്റ് ലൈനിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കുറയുകയും ചെരിവ്, ബജറ്റ് ലൈനിന്റെ ചെരിവ് എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറഞ്ഞാൽ എന്താ സംഭവിക്കാൻ നോക്കാം. ഇനി നമ്മൾ രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത്, ബജറ്റ് ലൈനിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. Decrease in the price of good 2. Decrease in the price of good 2. If the price of good 2 decreases from P2 to P2 dash with no change in consumers' income and price of good 1, vertical intercept of the budget line. Vertical intercept of the budget line increases, slope increases. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില P2-വിൽ നിന്നും P2 ഡാഷ് ആയി കുറഞ്ഞാൽ, രണ്ടാമത്തെ സാധനത്തിന്റെ വില P2-വിൽ നിന്നും P2 ഡാഷ് ആയി കുറഞ്ഞാൽ ബജറ്റ് ലൈനിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കൂടുകയും വർദ്ധിക്കുകയും സ്ലോപ്പ് ചെരിവ്, ബജറ്റ് ലൈനിന്റെ സ്ലോപ്പ് വർദ്ധിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അതായത് എന്ത് ചെയ്യാം? രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറഞ്ഞാൽ എന്ത് ചെയ്യും? ഉപഭോക്താവ്, കൺസ്യൂമർ രണ്ടാമത്തെ സാധനം കൂടുതൽ അളവിൽ വാങ്ങും. കാരണം രണ്ടാമത്തെ സാധനത്തിന് വില കുറവാണ്. അതിന്റെ ഫലമായി കൺസ്യൂമർ ഈസ് ഏബിൾ ടു ബൈ മോർ ഓഫ് ഗുഡ് 2. കൺസ്യൂമർ ഈസ് ഏബിൾ ടു ബൈ മോർ ഓഫ് ഗുഡ് 2 അല്ലെ? ഓക്കെ, ഇതൊരു ഡയഗ്രം സഹിതം നമുക്ക് വിശദമാക്കാം. രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറഞ്ഞാൽ ബജറ്റ് രേഖയിലും ബജറ്റ് സെറ്റിലും എന്തൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് നമുക്കൊരു ഡയഗ്രം സഹിതം വിശദമാക്കാം. ഓക്കെ, അതായത് ഇവിടെ ഡയഗ്രം വരച്ചിട്ടുണ്ട് അല്ലെ. M/P1 എക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ M/P2 y-ൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ M/P2 ഡാഷ് ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഡയഗ്രം പ്രകാരം x1 x മാർക്ക് ചെയ്തിട്ടുണ്ട്, S2 y-ലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ സാധനത്തിന്റെ അളവ് x1-ലും രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് x2-ലും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡയഗ്രം പ്രകാരം ഫസ്റ്റ് ബജറ്റ് ലൈൻ ഇക്വേഷൻ ആണ്. ഫസ്റ്റ് ബജറ്റ് ലൈൻ ആണ് P1S1 plus P2S2 is equal to M. ആദ്യത്തെ ബജറ്റ് ലൈൻ ആണ് P1S1 plus P2S2 is equal to M. ആ സമയത്ത്, അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില P2 ആയിരിക്കുന്ന സമയത്ത് ഉപഭോക്താവ്, കൺസ്യൂമർ ഒന്നാമത്തെ സാധനം M/P1 അളവിൽ വാങ്ങിയിരുന്നു. രണ്ടാമത്തെ സാധനം M/P2 അളവ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ സാധനം M/P2 അളവിലും ഒന്നാമത്തെ സാധനം M/P1 അളവിൽ വാങ്ങിയിരുന്നു. എന്നാൽ രണ്ടാമത്തെ സാധനത്തിന്റെ വില P2-വിൽ നിന്ന് P2 ഡാഷ് ആയി കുറഞ്ഞു. രണ്ടാമത്തെ സാധനത്തിന്റെ വില P2-വിൽ നിന്ന് P2 ഡാഷ് ആയി കുറഞ്ഞതിന്റെ ഫലമായി കൺസ്യൂമർ രണ്ടാമത്തെ സാധനം കൂടുതൽ വാങ്ങാൻ തുടങ്ങി. കൺസ്യൂമർ എന്ത് ചെയ്തു? സാധനത്തിന്റെ വില കുറവാണ്. അപ്പൊ അതിന്റെ ഫലമായിട്ടുള്ള കൺസ്യൂമർ രണ്ടാമത്തെ സാധനം കൂടുതൽ അളവ് വാങ്ങാൻ തുടങ്ങി. അതായത് വില കുറയുന്നതിന് മുമ്പ് M/P2 അളവിലാണ് കൺസ്യൂമർ രണ്ടാമത്തെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയായിരുന്നു? M/P2 ആയിരുന്നു. എന്നാൽ വില കുറഞ്ഞു, P2-വിൽ നിന്നും P2 ഡാഷ് ആയി മാറിയപ്പോൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ത് ചെയ്തു? M/P2 ഡാഷ് ആയി മാറി. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്തായി? M/P2 ഡാഷ്. അതായത് കാരണം രണ്ടാമത്തെ സാധനത്തിന്, കൺസ്യൂമർ വാങ്ങുന്ന രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് വർദ്ധിച്ചു. പുതിയ ബജറ്റ് ലൈൻ ഇക്വേഷൻ ആണ് P1S1 plus P2-S2 is equal to M. അതായത് ആദ്യത്തെ ബജറ്റ് ലൈൻ ഇക്വേഷൻ P1S1 plus P2S2 is equal to M ആയിരുന്നു. രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറഞ്ഞതിന്റെ ഫലമായി
consumer is able to buy more of good too, and thereby the vertical intercept of the budget line. The vertical intercept of the budget line increases from M by P2 to M by P2 dash. ഉപഭോക്താവ് അതായത് ഉപഭോക്താവ് രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറഞ്ഞതിന്റെ ഫലമായി കൂടുതൽ അളവ് രണ്ടാമത്തെ സാധനം വാങ്ങാൻ തുടങ്ങി. അതിന്റെ ഫലമായി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വർദ്ധിക്കുകയും സ്ലോപ്പ് വർദ്ധിക്കുകയും ചെയ്തു. ഡയഗ്രം സഹിതം ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്തത്. ഇനി ഇത് നമുക്കൊരു പ്രോബ്ലത്തിന്റെ സഹായത്തോടെ P2വിനും P1നൊക്കെ വില കൊടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കാം രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിച്ചാലും കുറഞ്ഞാലും എന്തൊക്കെ മാറ്റങ്ങൾ വരും ബജറ്റ് രേഖയിൽ എന്നുള്ളത് പ്രോബ്ലം സഹിതം നമുക്ക് വിശദമാക്കാം. രണ്ടാമത്തെ സാധനത്തിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റത്തിന്റെ ഫലമായി ബജറ്റ് ലൈനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളത് നമുക്ക് ഒരു പ്രോബ്ലം സഹിതം വിശദമാക്കാം. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റം പ്രോബ്ലം സഹിതം ബജറ്റ് ലൈനൊക്കെ വരച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആ പ്രോബ്ലം തന്നിട്ട് നോക്കുക. പ്രോബ്ലം P1 = 10. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെ വില 10 ആണ്, രണ്ടാമത്തെ സാധനത്തിന്റെ വില 20 ആണ്. M = 60. അതായത് ഉപഭോക്താവിന്റെ വരുമാനം 60 ആണ്. ഫോർമുലയിൽ ബജറ്റ് ലൈൻ ഇക്വേഷൻ രൂപീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒന്നാമത്തെ സാധനത്തിന്റെ വില 10ഉം രണ്ടാമത്തെ സാധനത്തിന്റെ വില 20ഉം അതായത് ഉപഭോക്താവിന്റെ വരുമാനം 60ഉം ആയാൽ ബജറ്റ് രേഖ സമവാക്യം രൂപീകരിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഡ്രോ ബജറ്റ് ലൈൻ വരയ്ക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫൈൻഡ് സ്ലോപ്പ്, അതായത് സ്ലോപ്പ് കണ്ടെത്തുക, ചെരിവ് കണ്ടെത്തുക. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ അതായത് P2 = 20 changes to P2 dash = 30. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില 20ൽ നിന്നും 30 ആയാൽ ബജറ്റ് ലൈന് എന്ത് സംഭവിക്കും? അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില 20ൽ നിന്നും 30 ആയാൽ ബജറ്റ് ലൈന് എന്ത് സംഭവിക്കും? അതുപോലെ തന്നെ ബജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫൈൻഡ് സ്ലോപ്പ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ബജറ്റ് ലൈനൊക്കെ വരച്ച് ബജറ്റ് ലൈനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടെത്താം. ഓക്കെ, സൊല്യൂഷൻ ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ ഫോർമുലേറ്റ് ബജറ്റ് ലൈൻ ഇക്വേഷൻ രൂപീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ബജറ്റ് ലൈൻ ഇക്വേഷൻ P1 P2 = M ആണെന്നല്ലേ. P1 സ്ഥാനത്ത് ഇത് കൊടുക്കും 10, 10x1 + P2 സ്ഥാനത്ത് 20, x2 = സ്ഥാനത്ത് 60. ഇതാണ് നമ്മുടെ ബജറ്റ് ലൈൻ ഇക്വേഷൻ. രണ്ടാമതായി പറഞ്ഞിട്ടുള്ളത് ഡ്രോ ബജറ്റ് ലൈൻ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ബജറ്റ് ലൈൻ വരയ്ക്കാം. ബജറ്റ് ലൈൻ വരയ്ക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കാണാം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കാണാം. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് if x2 = 0, x1 = M by T. ഫസ്റ്റ് ലൈൻ ഇക്വേഷനിൽ നോക്കണം. x2 0 ആയാൽ x1 കാണാനുള്ള ഇക്വേഷനാണ് M by P1. x1 = അതായത് x1ന്റെ അളവാണ് നമുക്ക് കാണുന്നത്. x1 = M by P1. M എത്രയാണ് ഇവിടെ? 60 ആണ്. M ഫസ്റ്റ് ലൈൻ ഇക്വേഷനിൽ നോക്കാം എത്രയാണ്? 60 ആണ്. 60 by P1 എത്രയാണ്? P1 ഇക്വേഷൻ നോക്കാം. P1 10. ക്വസ്റ്റ്യൻ നോക്കിയാലും മതി. 10 60 by 10 = 6 ആയതുകൊണ്ട് therefore horizontal intercept = x1 ന്റെ സ്ഥാനത്ത് 6, x2 ന്റെ സ്ഥാനത്ത് 0, 6 0 0 6. horizontal intercept 6 0. അപ്പോൾ ബജറ്റ് ലൈനിന്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ബജറ്റ് ലൈനിന്റെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 6 0 കിട്ടി. നമുക്ക് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണ് കിട്ടുന്നത്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്
vertical intercept. If x1 is equal to 0, x2 is equal to m by p. x2 is equal to n ന്റെ സ്റ്റാൻഡേർഡ് നോക്കുക m 60 by p2 20 60 by p2 60 by 20 3. അതായത് s2 is equal to 3 ആണ്. Therefore vertical intercept is equal to x1 is equal to 0 3. അപ്പോൾ നമുക്ക് ബഡ്ജറ്റ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കിട്ടിയിട്ടുണ്ട്, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കിട്ടിയിട്ടുണ്ട് അല്ലേ. 6 0 0 3 ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം അല്ലേ. ബഡ്ജറ്റ് ലൈനിലെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് y ആക്സിസ് ആണല്ലേ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഓക്കെ, അതായത് x2 എവിടെ മാർക്ക് ചെയ്യും? y ആക്സിസിൽ. x1 എവിടെ മാർക്ക് ചെയ്യും? x ആക്സിസിൽ അല്ലേ. x ആക്സിസിൽ. അപ്പൊ x ആക്സിസിൽ നോക്കുക, x1 നോക്കാം. x1 കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 6 ആണ്. x2 എത്ര കിട്ടിയിട്ടുള്ളത്? 3 ആണ്. അപ്പോ x ആക്സിസിൽ 6 പോയിന്റ് മാർക്ക് ചെയ്യണം, y ആക്സിസിൽ 3 പോയിന്റ് മാർക്ക് ചെയ്യാം അല്ലെ. 3 വരെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. നമ്മുടെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? ആദ്യം x ആക്സിസിൽ മാർക്ക് ചെയ്യണം. x1 ന്റെ അളവ് എത്രയാണ്? നമുക്ക് 6 0 അല്ലെ. 6 അല്ലേ x1 ന്റെ അളവ്. ഓക്കെ, നമ്മളിവിടെ ഹൊറിസോണ്ടൽ x1 ന്റെ അളവ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാർക്ക് ചെയ്യാണ് 6. ആ സമയത്ത് x2 ന്റെ അളവ് എത്രയാണ്? 0. ഇനി ഇവിടെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് x2 ന്റെ അളവ് എത്രയാണ്? നമുക്ക് കിട്ടിയിട്ട് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? 0 3. x2 ന്റെ അളവ് എത്രയാണ്? 3. x1 ന്റെ അളവ് എത്രയാണ്? 0 0. ഇനി നമ്മൾ ഈ രണ്ട് പോയിന്റ് നമ്മൾ യോജിപ്പിക്കും. ഈ രണ്ട് പോയിന്റും കൂടി യോജിപ്പിച്ച് നമുക്ക് ബഡ്ജറ്റ് ലൈൻ കിട്ടും. നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാം. നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എന്തായിരുന്നു? 10x1 20s2 is equal to 60. നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ആണ് 10s1 plus 20s2 is equal to 60. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞു. ബഡ്ജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്ലോപ്പ് അല്ലെ. സ്ലോപ്പ് കണ്ടെത്താം. അടുത്ത ക്വസ്റ്റ്യൻ സ്ലോപ്പ്. ഫൈൻഡ് സ്ലോപ്പ്. സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? -p1 by p2. ഇവിടെ p1 എത്രയാണ്? p1 ഫസ്റ്റ് ലൈൻ ഇക്വേഷൻ നോക്കാം. p1 എത്രയാണ്? 10 -10. p2 എത്രയാണ്? 20. 10 by 20 minus 0.5 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തതായിട്ട് സ്ലോപ്പ് കണ്ടെത്തി കഴിഞ്ഞു. പിന്നെ അടുത്തതായിട്ട് if p2 is equal to 20 changes to p2 dash is equal to 30, what happens to budget line? Find slope. അതായത് p2 എന്നുള്ളത് എന്തായാലും p2 20 എന്നുള്ളത് 30 ആയി മാറിയാൽ എന്താണ് ബഡ്ജറ്റ് ലൈന് സംഭവിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇത് കാണാം, ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും കാണാം, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഒക്കെ കാണണം. പിന്നെ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ആണ് വേണ്ടി വരിക. കാരണം നേരത്തെ 20 അല്ല ഇപ്പോ, അതായത് p2 എന്നുള്ളത് 20 എന്നുള്ളത് 20 എന്നുള്ളത് 30 ആയിട്ട് മാറിയിട്ടുണ്ട്. p1നും അതുപോലെ തന്നെ m-നൊന്നും മാറ്റമില്ല. ഉപഭോക്താവിന്റെ വരുമാനത്തിനൊന്നും തന്നെ മാറ്റമില്ല. ഇവിടെ മാത്രം നമ്മൾ മാറ്റം വരുത്തണം p2-ൽ. അതായത് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഇപ്പൊ ഇതാണ് p1x1 plus p2s2 m നമ്മൾ എഴുതി എന്ന് വിചാരിച്ചോളൂ. അപ്പൊ p1 യാതൊരു ചേഞ്ചും ഇല്ല. p1 എത്രയാണ്? p1 അത് തന്നെയാണ്. എത്ര? 10x1 പ്ലസ് ഇനി p2 ഇപ്പൊ എത്രയും മാറിയിട്ടുണ്ട് എന്നാ പറഞ്ഞിട്ടുള്ളത്? 20 എന്നുള്ളത് 30 ആയിട്ട് മാറിയിട്ടുണ്ട്. 30 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ p2 സ്ഥാനം നമ്മൾ എന്ത് കൊടുക്കണം? 30x2 is equal to m എത്രയാണ്? നേരത്തെ പോലെയുള്ള 60 തന്നെ. അപ്പൊ നമ്മുടെ നാലാമത്തെ
സോൾവ് ചെയ്തു. അതായത് പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ, അതായത് P2 എന്നുള്ളത് 20-ൽ നിന്നും 30 ആയിട്ട് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? ബഡ്ജറ്റ് ലൈൻ എന്നുള്ളതാണ്. അപ്പൊ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ വേണം. അതായത് ഇവിടെ P2-ന്റെ സ്ഥാനത്ത് നമ്മൾ എന്താക്കണം? 30 ആക്കി മാറ്റണം. അപ്പോൾ നമ്മൾ മാറ്റി 10s1 + 30s2 = 60. ഇതാണ് നമ്മുടെ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ അനുസരിച്ചാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരച്ച് നോക്കാം. ആദ്യമായിട്ട് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഒക്കെ കാണണം. ഓക്കെ, നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ വീണ്ടും ഞാൻ എഴുതിയിട്ടുണ്ട്. 10s1 + 30s2 = 60 ആണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ. അതായത് P2-ന്റെ വില 20-ൽ നിന്ന് 30 ആയിരുന്നു. ഇനി നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് if s2 is equal to 0, s1 is equal to m/p1. അതായത് m എത്രയാണ്? 60. p1 എത്രയാണ്? 10. 6. Therefore, horizontal intercept is equal to 60. The vertical intercept. Vertical intercept. If s1 is equal to 0, s2 is equal to m/p2. നമ്മുടെ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ അനുസരിച്ചിട്ട് m എത്രയാണ്? 60. P2 രണ്ടാമത്തെ സാധനത്തിന്റെ വില എത്രയാണ്? 30. 60/30 = 2. അതുകൊണ്ട് vertical intercept is equal to, therefore vertical intercept is equal to 0.2. ഇനി നമുക്ക് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാം. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുമ്പോൾ ബഡ്ജറ്റ് ലൈനിലുള്ള മാറ്റങ്ങൾ മനസ്സിലാവണമെങ്കിൽ നമ്മൾ ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ കൂടി വരയ്ക്കണം. നേരത്തെ 10s1 + 20s2 = 60 എന്നുള്ള ബഡ്ജറ്റ് ലൈൻ കൂടി വരച്ചാൽ മാത്രമാണ് നമുക്ക് മാറ്റം മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, നമ്മൾ ബഡ്ജറ്റ് ലൈൻ നാലാമത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സൈസും വൈഎസും ഒക്കെ വരച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാൻ പോകുമ്പോൾ നമ്മുടെ പുതിയ ബഡ്ജറ്റ് ലൈൻ നമുക്ക് ആദ്യം വരയ്ക്കാം. പുതിയ ബഡ്ജറ്റ് ലൈൻ ആദ്യം വരയ്ക്കാം. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? 60 ആണ്. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? 0.2. അപ്പോൾ 60 ഹൊറിസോണ്ടൽ എക്സൈസ് x1-ന്റെ അളവ് എത്രയാണ്? 6 ആണ്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 6. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് ആണ് എക്സൈസുമായി കൂട്ടുന്ന ബിന്ദു 60. ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയാണ്? 0.2. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ y-ആക്സുമായി കൂട്ടുന്ന ബിന്ദു 0. ഇത് രണ്ടും യോജിപ്പിക്കും. നമ്മുടെ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാം. 10s1 + 30s2 = 60. നമ്മുടെ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ വരച്ചു. ഇനി നമുക്ക് ഇതിലെ മാറ്റങ്ങൾ അറിയാം. വില 20-ൽ നിന്ന് 30 ആയി മാറിയപ്പോൾ ബഡ്ജറ്റ് ലൈനിന്റെ മാറ്റം അറിയണ്ടേ? അപ്പൊ നമ്മൾ പഴയ ബഡ്ജറ്റ് ലൈൻ കൂടി ഒന്ന് വരച്ചു നോക്കാം. അതായത് പഴയ ബഡ്ജറ്റ് ലൈനില് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയായിരുന്നു? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 60 ആയിരുന്നു. വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് എത്രയായിരുന്നു? 0.3 ആയിരുന്നു അല്ലെ? 0.3 ആയിരുന്നു. നോക്കാം. 0.3 60 ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് മാറ്റമൊന്നുമില്ല.
നമ്മുടെ പഴയ ബജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാം. 10x1 പ്ലസ് 20x2 is equal to 60. ഓക്കെ, അതായത് ഇനി ബജറ്റ് ലൈൻ നോക്കാം. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില 20-ൽ നിന്നും 30 രൂപയായി വർദ്ധിച്ചപ്പോൾ എന്ത് ചെയ്തു? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആദ്യം ഒന്നാമത്തെ സാധനത്തിന്റെ വില, രണ്ടാമത്തെ സാധനത്തിന്റെ വില 20 രൂപയായപ്പോൾ അയാൾ വാങ്ങിയിരുന്ന രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് എത്രയായിരുന്നു? 0.3 വരെയായിരുന്നു രണ്ടാമത്തെ സാധനത്തിന്റെ അളവ് വാങ്ങിയിരുന്നത്. അതായത് രണ്ടാമത്തെ സാധനത്തിന്റെ വില 20 ആയപ്പോൾ 0.3 എന്നുള്ള അളവിലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വില 20-ൽ നിന്നും 30 വർദ്ധിച്ചപ്പോൾ അയാൾ വാങ്ങിയ സാധനത്തിന്റെ, ഉപഭോക്താവ് വാങ്ങുന്ന സാധനത്തിന്റെ അളവ് 0.3-ൽ നിന്ന് എത്രയായി കുറഞ്ഞു? 0.2 കുറഞ്ഞു എന്നാ പറയുന്നത്. അതായത് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കുറഞ്ഞു, അതായത് 0.3-ൽ നിന്ന് 0.2 ആയിട്ട് കുറഞ്ഞു എന്നാണ് ഇതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോ കുറഞ്ഞു എന്നുള്ളത് കാണിക്കുന്നതിനുള്ള ഒരു ആരോ. അപ്പൊ രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കും? ബജറ്റ് ലൈനിന്റെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കുറയും. ഓക്കെ, ഇനി നമുക്ക് ബജറ്റ് ലൈനിന്റെ ചെരിവാണ് കാണേണ്ടത്. ബജറ്റ് ലൈനിന്റെ ചെരിവാണ് കാണേണ്ടത്. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു പുതിയ ബജറ്റ് ലൈൻ അല്ലേ? ഓക്കെ, -P1/P2. P1 സ്ഥാനത്ത് 10/-10/30 -0.3. ഓക്കെ, നമ്മള് ഇപ്പൊ സ്ലോപ്പ് കണ്ടിട്ട് കഴിഞ്ഞു, ബജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞു, ബജറ്റ് ലൈനിലുള്ള മാറ്റം പഠിച്ചു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടാമത്തെ സാധനത്തിന്റെ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. വിലയിലുണ്ടാകുന്ന രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിച്ചാൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കുറയും, രണ്ടാമത്തെ സാധനത്തിന്റെ വില കുറഞ്ഞാൽ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് വർദ്ധിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇപ്പൊ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. പ്രോബ്ലം സോൾവിങ്ങിലൂടെ രണ്ടാമത്തെ സാധനത്തിന്റെ വില വർദ്ധിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.